നമസ്കാരം. റവന്യൂ ഇൻഫർമേഷൻ ബ്യൂറോയിലേക്ക് സ്വാഗതം. റവന്യൂ വാർത്തകൾ. പ്രധാന വാർത്തകൾ. സ്മാർട്ട് റവന്യൂ കാർഡ് പൈലറ്റ് പ്രോജക്ട് നവംബറിൽ ആരംഭിക്കുമെന്ന് മന്ത്രി കെ രാജൻ. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ എന്ന പ്രഖ്യാപിത നയത്തിന്റെ അടിസ്ഥാനത്തിൽ അടൂർ നിയോജക മണ്ഡലത്തിലെ 39 കുടുംബങ്ങൾക്ക് പട്ടയം നൽകി. വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിൽ 663 പട്ടയങ്ങൾ വിതരണം ചെയ്തു. സർക്കാർ ലക്ഷ്യം എല്ലാവർക്കും ഭൂമിയെന്ന് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ. തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടിക പുതുക്കൽ 12 വരെ ദീർഘിപ്പിച്ചു. അവധി ദിവസങ്ങളിൽ തദ്ദേശ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കും. വാർത്തകൾ വിശദമായി. പൊതുജനങ്ങൾക്ക് ഏറ്റവും വേഗതയിലും സുതാര്യവുമായി സേവനം ലഭ്യമാക്കാൻ ഡിജിറ്റൽ റീസർവേ പൂർത്തിയായ വില്ലേജുകളിൽ ഡിജിറ്റൽ റവന്യൂ കാർഡ് പൈലറ്റ് പ്രോജക്ട് നവംബറിൽ ആരംഭിക്കുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ. അങ്ങാടിക്കൽ സ്മാർട്ട് വില്ലേജ് ഓഫീസ് പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പൊതുജനത്തിന് വ്യക്തിപരമായ റവന്യൂ വിവരങ്ങൾ ചിപ്പ് പതിപ്പിച്ച ഒറ്റ കാർഡിൽ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന മുഖമുദ്രാവാക്യത്തോടുകൂടി സംസ്ഥാനത്ത് റവന്യൂ വകുപ്പ് നടപ്പാക്കുന്ന പ്രവർത്തനം ശ്രദ്ധേയമാണ്. അതിവേഗവും സുതാര്യവുമായ റവന്യൂ നടപടിക്രമങ്ങളിലേക്ക് കടക്കാൻ ഉതകുന്ന ഡിജിറ്റൽ റീസർവേ 2 വർഷം പൂർത്തിയാകുമ്പോൾ 8 ലക്ഷം ഹെക്ടർ ഭൂമി, 60 ലക്ഷം ലാൻഡ് പാഴ്സലുകൾ എന്നിവ അളന്നു തിട്ടപ്പെടുത്തി. കഴിഞ്ഞ 9 വർഷത്തിനുള്ളിൽ 4 ലക്ഷത്തിലേറെ പേർക്ക് പട്ടയം വിതരണം ചെയ്തു. വർഷങ്ങളായി വിതരണം ചെയ്യാൻ സാധിക്കാതിരുന്ന പട്ടയങ്ങളുടെ പൂർത്തീകരണത്തിന് ഡിജിറ്റൽ റീസർവേയിലൂടെ സാധിച്ചു. സമഗ്രവും ജനകീയവും ആധുനികവുമായ റവന്യൂ സേവനങ്ങളിലേക്ക് കടക്കുന്ന കാലത്ത് വില്ലേജുകൾ സ്മാർട്ട് ആകേണ്ടത് അനിവാര്യമാണ്. സംസ്ഥാനത്തെ 600ഓളം വില്ലേജ് ഓഫീസുകൾ സ്മാർട്ടായി. ജനങ്ങൾക്ക് പ്രാപ്യമായ വിധത്തിൽ റവന്യൂ സംവിധാനം വികസിപ്പിക്കാൻ സാധിച്ചുവെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് എല്ലാ മേഖലയിലും സമഗ്ര വികസനമാണ് സർക്കാർ നടപ്പാക്കുന്നതെന്ന് അധ്യക്ഷനായ നിയമസഭ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ പറഞ്ഞു. അടൂർ മണ്ഡലവും വികസന പാതയിലാണ്. ചന്ദനപ്പള്ളി സർക്കാർ ആശുപത്രിയുടെ നിർമ്മാണ പ്രവർത്തനം ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. 110 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന ആനേടി കൂടൽ റോഡിന്റെ 2ാം ഘട്ടവും അടൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയം നിർമ്മാണവും ഉടൻ ആരംഭിക്കുമെന്ന് ഡെപ്യൂട്ടി സ്പീക്കർ പറഞ്ഞു. പൊതുമരാമത്ത് കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബിജി തോമസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. 2020-21 പദ്ധതി വിഹിതത്തിൽ നിന്ന് 44 ലക്ഷം രൂപ ചെലവഴിച്ചാണ് സ്മാർട്ട് വില്ലേജ് നിർമ്മിച്ചത്. വില്ലേജ് ഓഫീസർ മുറി, ഓഫീസ് ഡോക്യുമെന്റ് മുറി, വെയിറ്റിംഗ് ഏരിയ, ഡൈനിങ് മുറി, ടോയ്ലറ്റുകൾ എന്നിവ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന പ്രഭ, ADM ബി ജ്യോതി, അടൂർ RDO എം ബിപിൻ കുമാർ, അടൂർ തഹസീൽദാർ ജോൺ സാം, ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ KK അശോക് കുമാർ, രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ, പഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിൽ 663 പട്ടയങ്ങൾ വിതരണം ചെയ്തു. വടക്കാഞ്ചേരി നിയോജക മണ്ഡലം പട്ടയമേള റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. മനുഷ്യനെ മണ്ണിന്റെ അധികാരികളാക്കുന്ന ശ്രമകരമായ പ്രവർത്തനമാണ് നാം ഏറ്റെടുത്ത് യാഥാർത്ഥ്യമാക്കുന്നതെന്ന് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവേ മന്ത്രി പറഞ്ഞു. ചരിത്രത്തിലാദ്യമായി ഒരു സംസ്ഥാനം പട്ടയ മിഷന് തുടക്കം കുറിച്ച് പട്ടയ അസംബ്ലികൾ നടത്തി ഭൂരഹിതരെ കണ്ടെത്തി പട്ടയ പ്രശ്നങ്ങൾ പരിഹരിച്ച് ഭൂമിയുടെ ഉടമകളാക്കുകയാണ്. വനഭൂമി പട്ടയങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കേന്ദ്ര വനം വകുപ്പുമായി ചർച്ച ചെയ്ത് അതിവേഗം പട്ടയങ്ങൾ ലഭ്യമാക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. വരടിയം GUP സ്കൂളിൽ നടന്ന പട്ടയമേളയിൽ MLA സേവ്യർ ചിറ്റിലപ്പള്ളി അധ്യക്ഷത നിർവഹിച്ചു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സ്വാഗതവും തഹസീൽദാർ D ജയശ്രീ നന്ദിയും പറഞ്ഞു. നിയോജക മണ്ഡലത്തിലെ പട്ടയ പ്രശ്നങ്ങൾ പരിഹരിച്ച് പട്ടയ വിതരണം സാധ്യമാക്കിയ വിവിധ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരെ ആദരിച്ചു. പതിറ്റാണ്ടുകളായി പട്ടയം ലഭിക്കാതിരുന്നവർക്കായി 298 ലാൻഡ് ട്രിബ്യൂണൽ പട്ടയങ്ങളും 170 ദേവസ്വം ലാൻഡ് ട്രിബ്യൂണൽ പട്ടയങ്ങളും 120 മിച്ചഭൂമി പട്ടയങ്ങളും 43 വനഭൂമി പട്ടയങ്ങളും 1964 നിയമപ്രകാരമുള്ള 28 പുറമ്പോക്ക് പട്ടയങ്ങളും 1995 നിയമപ്രകാരം 4 മുനിസിപ്പൽ പട്ടയങ്ങളും ഉൾപ്പെടെ 663 പട്ടയങ്ങളാണ് മേളയിൽ വിതരണം ചെയ്തത്. അവണൂർ അംബേദ്കർ നഗറിലെ 97 കുടുംബങ്ങൾക്കും ഇത്തപ്പാറ നഗറിലെ 21 കുടുംബങ്ങൾക്കുമായാണ് 120 മിച്ചഭൂമി പട്ടയങ്ങൾ നൽകിയത്.
വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിലെ കുറ്റൂർ, പുഴയ്ക്കൽ, ചിറ്റിലപ്പള്ളി, ചാലയ്ക്കൽ, എടക്കളത്തൂർ എന്നീ വില്ലേജുകളിൽ 20 കുടുംബങ്ങൾ കൈവശം വെച്ച കന്നുകാലി പുറമ്പോക്ക് ഭൂമിക്കുൾപ്പെടെയാണ് 28 പുറമ്പോക്ക് പട്ടയങ്ങൾ നൽകിയത്. ചടങ്ങിൽ പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീല രാമകൃഷ്ണൻ, വടക്കാഞ്ചേരി നഗരസഭ ചെയർപേഴ്സൺ PN സുരേന്ദ്രൻ, അവണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമണി ശങ്കുണ്ണി, കോലഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലക്ഷ്മി വിശ്വംഭരൻ, കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK ഉഷാദേവി, അടാട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിമി അജിത് കുമാർ, ഡെപ്യൂട്ടി കളക്ടർ LR, MC ജ്യോതി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, പ്രദേശവാസികൾ തുടങ്ങിയവർ പങ്കെടുത്തു. എല്ലാവർക്കും ഭൂമി ഉറപ്പാക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി K രാജൻ. കടമ്പനാട് സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെയും അടൂർ നിയോജക മണ്ഡലത്തിലെ പട്ടയ വിതരണത്തിന്റെയും ഉദ്ഘാടനം KRKPM സ്കൂളിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. കഴിഞ്ഞ 9 വർഷത്തിനിടെ 4 ലക്ഷത്തിലധികം പേർക്കാണ് പട്ടയം നൽകിയത്. ഇത് 5 ലക്ഷമാക്കാനാണ് ശ്രമം. തലചായ്ക്കാൻ എല്ലാവർക്കും ഭൂമി വേണമെന്നാണ് സർക്കാർ നിലപാട്. വ്യത്യസ്തങ്ങളായ നിരവധി പ്രശ്നങ്ങൾ അതിജീവിച്ചാണ് ലക്ഷ്യം കണ്ടത്. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ എന്ന പ്രഖ്യാപിത നയത്തിന്റെ അടിസ്ഥാനത്തിൽ അടൂർ നിയോജക മണ്ഡലത്തിലെ 39 കുടുംബങ്ങൾക്ക് പട്ടയം നൽകി. അടൂർ താലൂക്കിലെ പെരിങ്ങനാട് വില്ലേജിലെ പള്ളിക്കൽ പഞ്ചായത്തിലെ 8ാം വാർഡ് കോളനിയിലെ 17 കൈവശക്കാർ പട്ടയം ഏറ്റുവാങ്ങി. പതിറ്റാണ്ടുകളായുള്ള കാത്തിരിപ്പിനാണ് അന്ത്യമായത്. പട്ടയത്തിനുള്ള വാർഷിക വരുമാന പരിധി 1 ലക്ഷം രൂപയിൽ നിന്ന് 2.5 ലക്ഷം രൂപയാക്കി ഉയർത്തും. വില്ലേജ് ഓഫീസുകൾ സ്മാർട്ടാകുന്നത് ശ്രദ്ധേയ മാറ്റമാണ്. 2020-21 പ്ലാൻ ഫണ്ടിൽ ഉൾപ്പെടുത്തി 44 ലക്ഷം രൂപയും ചിറ്റയം ഗോപകുമാറിന്റെ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും 5.5 ലക്ഷം രൂപയും വിനിയോഗിച്ചാണ് കടമ്പനാട് സ്മാർട്ട് വില്ലേജ് ഓഫീസ് നിർമ്മിച്ചത്. അടൂർ നിയോജക മണ്ഡലത്തിൽ അവശേഷിക്കുന്ന 2 വില്ലേജ് ഓഫീസുകളും വൈകാതെ സ്മാർട്ടാകും. ഇതോടെ മണ്ഡലം സമ്പൂർണ്ണ സ്മാർട്ട് വില്ലേജ് ഓഫീസ് എന്ന ലക്ഷ്യത്തിലെത്തുമെന്ന് മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് വികസന വിപ്ലവമാണെന്ന് അധ്യക്ഷൻ നിയമസഭ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ പറഞ്ഞു. 2016-ൽ ഇടതുപക്ഷ സർക്കാർ ഭരണമേറ്റതോടെ സംസ്ഥാനം വികസന പാതയിലായി. റോഡുകൾ, പാലങ്ങൾ, ആശുപത്രികൾ, സ്കൂളുകൾ, അംഗനവാടികൾ തുടങ്ങിയ എല്ലാ മേഖലയിലും വികസനമെത്തി. കിഫ്ബിയിലൂടെ വികസനത്തിന്റെ പുതുവഴി തുറന്നു. വില്ലേജ് ഓഫീസുകൾ സ്മാർട്ടായി. പട്ടയമേള സംഘടിപ്പിച്ച് എല്ലാവർക്കും ഭൂമി ഉറപ്പാക്കി. സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശം ഉൾപ്പെടെയുള്ള സാങ്കേതിക പ്രശ്നം മൂലമാണ് പെരിങ്ങനാട് വില്ലേജിലെ പള്ളിക്കൽ പഞ്ചായത്തിലെ 8ാം വാർഡ് കൈവശക്കാർക്ക് പട്ടയം ലഭിക്കാതിരുന്നത്. പട്ടയ ഡാഷ്ബോർഡിൽ ഉൾപ്പെടുത്തി ഇവ പരിഹരിച്ചു. പള്ളിക്കൽ സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയുടെ കൈവശമുള്ള ഭൂമിക്കും പട്ടയം നൽകി. പറക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MP മണിയമ്മ, കടമ്പനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിയങ്ക പ്രതാപ്, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ശ്രീദേവി കുഞ്ഞമ്മ, C കൃഷ്ണകുമാർ, കടമ്പനാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് S രാധാകൃഷ്ണൻ, പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M മനു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ S ഷിബു, വിമല മധു, കടമ്പനാട് ഗ്രാമപഞ്ചായത്ത് അംഗം T പ്രസന്നകുമാർ, ADM B ജ്യോതി, അടൂർ RDO M ബിപിൻ കുമാർ എന്നിവർ പങ്കെടുത്തു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർ പട്ടിക പുതുക്കാനുള്ള അവസാന തീയതി ഓഗസ്റ്റ് 12 വരെ ദീർഘിപ്പിച്ചതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A ഷാജഹാൻ അറിയിച്ചു. വോട്ടർ പട്ടിക പുതുക്കാൻ അവധി ദിവസങ്ങളായ ഓഗസ്റ്റ് 9, 10 തീയതികളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വോട്ടർ പട്ടിക സംബന്ധിച്ച അപേക്ഷകളും ആക്ഷേപങ്ങളും കൂടുതലായി ലഭിക്കുന്ന സാഹചര്യത്തിലാണ് കമ്മീഷന്റെ നടപടി. നിലവിൽ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും വോട്ടർ പട്ടിക പുതുക്കൽ നടപടികൾ പുരോഗമിക്കുകയാണ്. സമ്മതിദായകരുടെ ഫോറം 4, 5, 6, 7 പ്രകാരമുള്ള അപേക്ഷകളും ആക്ഷേപങ്ങളും ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർക്ക് കൂടുതലായി ലഭിക്കുന്ന സാഹചര്യത്തിലാണിത്. അവധി ദിവസങ്ങളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ എത്തുന്ന അപേക്ഷകർക്ക് ഹിയറിംഗ്, ഫോറം 5 പ്രകാരമുള്ള ആക്ഷേപങ്ങൾ നേരിട്ട് സ്വീകരിക്കൽ, വോട്ടർ പട്ടിക പുതുക്കൽ നടപടികൾ എന്നിവയ്ക്ക് സാധ്യമാവും. അന്തരിച്ച പ്രൊഫസർ MK സാനുമാഷിന് റവന്യൂ ഇൻഫർമേഷൻ ബ്യൂറോയുടെ ആദരാഞ്ജലികൾ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.